കഴിഞ്ഞ ദിവസം കോട്ടയം ചിങ്ങവനത്ത് നടന്ന അപകടത്തിൽ പരിക്കേറ്റ ആലിൻ വിടവാങ്ങി. മല്ലപ്പള്ളി വെസ്റ്റ് കോഴഞ്ചേരി മലയാറ്റൂർ വാലുമണ്ണിൽ അരുൺ എബ്രഹാമിൻ്റെയും ഷെറിൻ ആൻഡ് ജോണിൻ്റെയും ഏക മകൾ 9 മാസം പ്രായമുള്ള ആലിൻ ഷെറിൻ എബ്രഹാമാണ് നിര്യാതയായത്. കുഞ്ഞിൻ്റെ ശരീര അവയവങ്ങൾ 5 പേർക്ക് ദാനം ചെയ്തു. ആലിൻ്റെ വേർപാടിൽ ഗാലക്സി ചാനലിൻ്റെ ആദരാഞ്ജലികൾ. മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് റജീസ് സാമുവലിൻ്റെ കൊച്ചുമകളാണ് ആലിൻ. കോട്ടയം ചിങ്ങവനത്ത് കഴിഞ്ഞ 5-ാം തീയതി കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് പരിക്കേറ്റ് എറണാകുളം അമൃത ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മല്ലപ്പള്ളി വെസ്റ്റ് കോഴഞ്ചേരി മലയാറ്റൂർ വാലുമണിൽ കുടുംബാംഗം അരുൺ എബ്രഹാമിന്റെയും മല്ലപ്പള്ളി ഈസ്റ്റ് പുളിഞ്ചിമൂട്ടിൽ ഷെറിൻ ആൻഡ് ജോണിന്റെയും ഏക മകൾ 9 മാസം പ്രായമുള്ള ആലിൻ ഷെറിൻ എബ്രഹാമാണ് മരിച്ചത്. ആലിൻ മാതാവ് ഷെറിന്റെ മാതാവ് ജെസി ജോൺ, പിതാവ് രാജൻ ജോൺ എന്നിവർ സഞ്ചരിച്ച കാറിലേക്ക് എതിരെ വന്ന കാറിടിച്ചാണ് അപകടം സംഭവിച്ചത്. കോട്ടയം സ്വദേശികളായ ദമ്പതികൾ സഞ്ചരിച്ച കാറിന്റെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടം സംഭവിക്കാൻ കാരണം. സാരമായി പരിക്കേറ്റ രാജനും ജെസിയും തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംസ്കാരം നെടുങ്ങാടപ്പള്ളി CSI പള്ളിയിൽ പിന്നീട് നടക്കും. മാധ്യമപ്രവർത്തകനും മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റജീസ് സാമുവിന്റെ കൊച്ചുമകളാണ് ആലിൻ. കുഞ്ഞിന്റെ അവയവങ്ങൾ ദാനം ചെയ്ത് ഈ സമൂഹത്തിന് മാതൃകയായി സംസ്ഥാനത്തെ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ അവയവം ദാനം ചെയ്തത് അലിൻ്റേതാണ്. കുഞ്ഞിന്റെ അവയവങ്ങൾ 5 പേർക്കാണ് ദാനം ചെയ്തത്. അപകടം നടന്നത് കോട്ടയം ചിങ്ങവനത്ത് വെച്ചാണ്. 5-ാം തീയതിയാണ് അപകടം നടന്നത്. അപകടത്തിന് ശേഷം നാട്ടുകാരെ പെട്ടെന്ന് ചങ്ങനാശ്ശേരിയിലും പിന്നെ തിരുവല്ലയിലും കുഞ്ഞിനെ എത്തിക്കുകയായിരുന്നു. എൻ്റെ മകൻ്റെ മകളാണ്, 9 മാസമാണ് പ്രായം. മകൻ്റെ മകള്, മകൻ്റെ ഭാര്യ, അവരുടെ അപ്പൻ, അമ്മ, ഇത്രയും പേരാണ് കോട്ടയത്തൊരു ചടങ്ങിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴി അപകടത്തിൽപ്പെട്ടത്. ചിങ്ങവനം ബോർമക്കവല, പള്ളം ബോർമക്കവലയിൽ വെച്ചാണ് അപകടം ഉണ്ടാകുന്നത്. നട്ടുച്ചയ്ക്ക് 2 മണിക്ക്. അവിടെ എതിരെ വന്ന കാറ് നിയന്ത്രണം വിട്ട് വന്നിടിക്കുകയായിരുന്നു. അവരെ ഓടിച്ചിരുന്ന ആൾ ഉറങ്ങിപ്പോയതാണെന്നാണ് പിന്നീട് അറിഞ്ഞത്. എന്തായാലും തിരുവല്ലയിലെ ചികിത്സയ്ക്ക് ശേഷം ബിലീവേഴ്സിൽ നിന്ന് മാതാ അമൃതാനന്ദ ആശുപത്രി കൊണ്ടുപോയി. അവിടെ ചികിത്സയിലായിരുന്നു. ഗുരുതര പരുക്കാണെന്ന് ഞങ്ങൾക്ക് നേരത്തെ ബോധ്യപ്പെട്ടിരുന്നു. അവിടെ ചികിത്സിക്കാവുന്നില്ല, കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ചികിത്സ കൊടുത്തെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. എന്നിട്ടും നമുക്ക് കുഞ്ഞിനെ കിട്ടിയില്ല. ഇന്നലെ 1:30 ആയപ്പോഴാണ് അന്ത്യം സംഭവിക്കുന്നത്. വെള്ളിയാഴ്ച 1:30 ആയപ്പോഴാണ്. അപ്പം അവിടെ നിന്ന് മകൻ വിളിച്ചു ചോദിച്ചു, ഓർഗൻ എടുക്കാൻ വല്ല സാധ്യത ഉണ്ടോ? എടുക്കാൻ ഞങ്ങൾ സമ്മതമാണ്. എൻ്റെ മകൻ അരുണും ഭാര്യ ഷെറിനും കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്, എന്താ ചെയ്തെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ. അന്നേരം തന്നെ മുൻപിൻ ആലോചിക്കാതെ അതിനോട് പൂർണ്ണമായി ഞാനും എൻ്റെ കുടുംബവും സപ്പോർട്ട് ചെയ്യുകയായിരുന്നു. അതിനുശേഷമാണ് ഈ കാര്യങ്ങളെല്ലാം ഇതുവരെ നടന്നു വന്നിട്ടുള്ളത്. ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ ഈ കാര്യങ്ങൾ വലിയ നിലയിലുണ്ടായി. കോട്ടയം മെഡിക്കൽ കോളേജിൽ രാത്രിയിൽ തന്നെ പോലീസ് നടപടികൾ പൂർത്തിയാക്കി ഇന്നലെ രാത്രി ഞങ്ങൾക്ക് കുഞ്ഞിനെ വിട്ടു തന്നു. എല്ലാവരും എന്നോട് ചോദിച്ചത്, നിങ്ങൾ ഈ തീരുമാനമെടുത്തത്, ഒത്തിരി പേര് സാമൂഹ്യ മാധ്യമങ്ങളിലും ടെലിവിഷൻ ചാനലുകാരും ഒക്കെ വന്ന് ചോദിച്ചു. എന്നോട് ചോദിച്ചത്, ഇത് എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നതിന്. ഇപ്പം ജിജു എന്നോട് ചോദിച്ച പോലെ തന്നെ ചോദിച്ചു. അതിന് മറുപടി പറയാം. ഞങ്ങളുടെ കുട്ടി ഏതായാലും പോയി, തിരിച്ചു വരാത്ത അവസ്ഥയിലാണെന്നും അറിയാം. അപ്പം ഞങ്ങളുടെ കുട്ടി പോയി എന്നത് മാത്രം യാഥാർത്ഥ്യവും. ഞങ്ങളുടെ കുട്ടി 5 പേരിൽ ജീവിക്കുന്നത് മാത്രമല്ല, അവർ ഞങ്ങളുടെ കുട്ടികളായി, ഒരു കുട്ടി 5 കുട്ടിയായി ജീവിക്കുന്നുവെന്നാണ് ഞങ്ങളുടെ സന്തോഷം.